അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല വാപ്പാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.25 പേജ് 30 ആയത്തുകളാണുള്ളത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ. അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ ഇതിനേക്കാളും അത്ഭുതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയമുള്ളവര്, പണ്ടൊക്കെ ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഗ്രിബ് കഴിയുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. ആ 30 ആയത്തുകൾ ഓതുമായിരുന്നു. കാരണം അത് 6 അടി മണ്ണിലെ വെളിച്ചമാണ്, അത് 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് പ്രകാശമാണ്. അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമല്ല, സുബഹി നമസ്കാരത്തിൽ ഉസ്താദന്മാരെന്ന് ഓതുന്ന ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? ഖുൽ ഹുവല്ലാഹ്. പറഞ്ഞങ്ങാതി ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങളെ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം.